ഹലോ. എടാ നീ തൃശ്ശൂർ എന്തോ ത്രീസം ചെയ്യാൻ പോയെന്ന് പറഞ്ഞിട്ട് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് പറയാന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു സംഭവം? അതിന്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവായിരുന്നു. നീ പിന്നെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചുമില്ലല്ലോ. ഞാനൊരു ദിവസമാണെങ്കിൽ ത്രീസം ചെയ്യാൻ വേണ്ടിയിട്ട് FB കൂടെ പരിചയപ്പെട്ടിട്ട് ഞാൻ രണ്ടുപേരുടെ അടുത്ത് പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് ചെയ്ത് സൂപ്പറായിട്ട് എല്ലാം ചെയ്ത് അവർ പറഞ്ഞു എന്നോട് FB കൂടെ പരിചയപ്പെട്ടതാണെന്ന്. അങ്ങനെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ തൃശ്ശൂരായിരുന്നു. ഞാൻ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂർ ചെന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. അതാണെങ്കിൽ ആ ചേട്ടൻ നേരത്തെ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ഇരുന്ന ചേട്ടനായിരുന്നു. ആ ചേട്ടനാണ് എന്നെ മേഡം എന്താ മേഡത്തിനെ എവിടെയെങ്കിലും കണ്ടിട്ടില്ല, ഇപ്പം എന്താ ഇങ്ങോട്ട് വന്നത്, ഇപ്പം എന്താ അവിടെ ഇല്ലേന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ ഇവിടെ ഒരു അമ്മയും മോനും സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ വരുമായിരുന്നല്ലോ, അവരെ ഇപ്പോൾ കാണാറില്ലല്ലോ, അവരുടെ കൂടെ എന്താ മേഡം വന്നതെന്ന് ചോദിച്ചു. അന്നേരം അവരെ ഇപ്പോൾ കാണാറില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അവരാണോന്ന് ചോദിച്ചാൽ ഇവരെ കാണിച്ചു കൊടുത്ത്. ഇവർ തന്നെ, ഇവരെ എങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചാൽ ഇവർ സ്ഥിരമായിട്ട് എപ്പോഴും വരും, ഇവർ ഒന്നിച്ചല്ലാതെ ഇവർ ഇതുവരെയും വന്നിട്ടില്ല, എപ്പോഴും വരുന്ന ആൾക്കാരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത്. അവരും അമ്മയും മോനും തമ്മിൽ സൂപ്പറായിരുന്നു. ഞാനത് കണ്ടുകൊണ്ട് നിന്ന്. ആ ചെറുക്കൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു. ഞാൻ അവരുടെ അമ്മേനെ പറഞ്ഞ് സൈസാക്കി അവന് കൊടുത്ത്. അവൻ്റെ സന്തോഷം കാണണമായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ എനിക്ക് പൈസയും വണ്ടിക്കൂലിയും അവന് എന്ത് തന്നാലും മതിയാവാത്ത അത്ര സന്തോഷമായിരുന്നു. അവരുടെ അമ്മയും ഹാപ്പിയായി. അവരുടെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മോൻ്റെ കൂടെ ചെയ്യണമെന്ന്. പക്ഷേ